குட் மார்னிங் சார். குட் மார்னிங். கம் இன். ஏதாவது தகவல் கிடைச்சதா? சார், இங்க இருக்கிற எல்லா ஹோட்டலையும் சோதனை போட்டாச்சு சார். இங்க இருக்கிற எல்லா டாக்ஸி டிரைவரையும் துருவி துருவி விசாரிச்சு பார்த்தாச்சு சார். ஆனா யாருமே எதுவுமே தெரியலன்னு சொல்றாங்க சார். எனக்கு இருக்கிற சந்தேகம் எல்லாம் அவங்க முயற்சி தோல்வியானதான் தப்பிச்சு போயிட்டாங்களோன்னு நினைக்கிறேன் சார். அந்த மாதிரி ஒரு முடிவுக்கு வர்றது ரொம்ப சுலபம். வெரி ஈஸி. இல்லன்னா அவங்க தப்பிச்சு போறதுக்காக காட்டுக்குள்ள பதுங்கி இருக்கலாம் சார். அதனால தான் சந்தேகமா யாராவது நடமாடினா எங்களுக்கு ரிப்போர்ட் பண்ண சொல்லி ஃபாரஸ்ட் கார்ட்ஸ் கிட்ட சொல்லி இருக்கிறேன் சார். அப்ப போலீஸுக்கு என்ன வேலை? என்ன வேலையா? உங்களுக்கு பாதுகாப்பு கொடுக்கிறேன் சார். எத்தனை நாள் கொடுக்க முடியும் சார்? வாழ்நாள் பூரா கொடுக்க முடியுமா? அதெல்லாம் முடியாது. இந்த வாரம் பரவாயில்ல, அடுத்த வாரம் தான் மினிஸ்டர்ஸ் ப்ரோக்ராம். எக்கச்சக்கமான வேலை. அது வரைக்கும் 24 மணி நேரமும் உங்களுக்கு பாதுகாப்பா 5 கான்ஸ்டபிள்ஸை விட்டு போறேன் சார். போதுமா? தேங்க்யூ, தேங்க்யூ வெரி மச். உங்க கருணைக்கு ரொம்ப நன்றி சார். சார் சார் சார், எங்க வேலையில நாங்க ஏதோ கவனக்குறைவா நடக்கிறதா நீங்க நினைக்கிறீங்க சார். போலீஸ் ஸ்டேஷன்ல எக்கச்சக்கமா வேலை இருக்கு சார். அவ்வளவு கான்ஸ்டபிள்ஸ் இல்லையே, என்ன பண்றது? எல்லா நேரமும் இதையே பார்த்துட்டு இருக்க முடியுமா சார்? ஓகே, எனக்கு தெரியும். எனக்காக நீங்க ரொம்ப சிரமப்பட வேண்டாம் சார். நான் என்ன சொல்றேன், அங்க என்ன பெருசா சிரிப்பு சிரிப்பு வேண்டியதுதா? தள்ளி நிலையா? 24 மணி நேரமும் இவர் பின்னாடியே சுத்திட்டு இருக்க முடியுமா? கொலையா நடந்து போச்சு. கொலை முயற்சி தானே. ஆமா. வண்டி அடியா சார், டியூட்டி முடிஞ்சு போச்சு. நான் கூட ஜீப்ல ஏறட்டுமா? யார் யார் சொன்னது டியூட்டி முடிஞ்சு போச்சுன்னு? 24 மணி நேரம் டியூட்டி தான். சிரிப்பா? வண்டி அடியா. போலீஸ். ഹരിദാസിയർ. രാജഗോപാലാണ്. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിച്ചാലല്ലേ കിട്ടൂ. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്? മണ്ടത്തരം നീ കണ്ടോ? ഞാൻ പുറത്തിറങ്ങിയ അവരും ഇറങ്ങും. കാരണം അവർക്ക് എന്റെ ജീവൻ വേണം. ഹരി, അത് അപകടമാണ്. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. കാക്കി യൂണിഫോമും IPS ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. ആ മനസ്സിപ്പോഴും ഉണ്ട്. നീ കണ്ടോ? ഹലോ ഹലോ.
ബാബ, കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രാത്രി തന്നെ നമുക്ക് നീങ്ങാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതെവിടായിരുന്നടാ? എത്ര നേരമായി പോയിട്ട്? ഹരിദാസ് നമ്മളെ തേടി ഇറങ്ങിയിട്ടുണ്ട്. ടൗണിലൂടെ 4-5 പ്രാവശ്യം ജീപ്പ് പോകുന്നുണ്ടോ ഒറ്റയ്ക്ക്. ബാബാ, അവൻ പുറത്തിറങ്ങിയെന്ന് കേട്ടു. ആവേശം കൊണ്ട് ചാടി പുറപ്പെടണ്ട, അപകടമാ. അവൻ മാത്രമല്ല, ആ കുടുംബം മുഴുവൻ നമ്മുടെ ലക്ഷ്യമാണ്. ആദ്യം അവന്റെ കഥ കഴിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. അപ്പൊ അവൻ സുഖമായിട്ട് മരിക്കും. അത് പാടില്ല. സ്വന്തം മക്കള് പെടഞ്ഞു മരിക്കുന്നത് അവൻ കാണണം. അതിന്റെ ഒരു സുഖം അവനും അനുഭവിക്കണം. അത് വേണ്ടേ? അതിന് കാത്തിരുന്നാൽ നമ്മൾ പിടിക്കപ്പെട്ടാലോ? ഇനിയും സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ഉവ്വോ, പിടിക്കപ്പെടുമെന്ന് കണ്ടാ സ്വയം മരിക്കാൻ ആരുടെ അനുവാദം വേണ്ട. ഇക്കാക്ക, ഞാൻ ഇനിയും ഇവിടെ തങ്ങണോ? ഞാനത് ആലോചിക്കായിരുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതം കഴിഞ്ഞതാ. നീ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളെ ഇവിടെ എത്തിച്ചോടെ നിന്റെ ജോലി തീർന്നു. കൂടെ മരിക്കാൻ നിൽക്കാതെ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ. വാൻ കൊണ്ടുപോകണ്ട, നീ പിടിക്കപ്പെടും. അതുവഴി ഞങ്ങളും. നാട്ടിലേക്ക് പോവുകയും വേണ്ട. മനസ്സിലായോ? ആ, ഉവ്വ്. Don't move. Don't move. ചെറുവിരൽ പോലും അനക്കരുത്. ഹാൻഡ്സ് അപ്പ്.
അഞ്ജു നോക്ക്. Don't move. Don't move. അഞ്ജു വേഗം, ഇവന്റെ പിന്നാലെ പോലീസ് ഉണ്ടാവും. ബലം പ്രയോഗിക്കരുത്. ഇപ്പോഴും ഒരു നിറയൊഴിക്കാനുള്ള ശക്തി ഈ കൈകൾക്കുണ്ട്. നിങ്ങളെ ഇപ്പോ എനിക്ക് കൊല്ലാം. ഞാനത് ചെയ്യില്ല. കാരണം എന്റെ 3 കുട്ടികളിൽ ഒരുവൾ നിങ്ങളുടെ മകളാണ്. മരിച്ചെന്ന് കരുതി മോർച്ചറിയിൽ തള്ളിയ നിങ്ങളുടെ മകളെ ജീവശ്വാസം കൊടുത്ത് ഈശ്വരൻ എനിക്ക് തന്നു. എന്റെ തെറ്റുകൾക്ക് പ്രാശ്ചിത്തം ചെയ്യാൻ. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന വാക്കുകളാണ്. വിശ്വസിക്കണം. ആശുപത്രിയിൽ രേഖകളുണ്ട്, പരിശോധിക്കാം. സത്യമില്ലെങ്കിൽ എന്റെ 3 കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് കൊല്ലാം. എന്റെ മോളെ 3 പേരിൽ ആരാണ്? പറയില്ല. ദയവ് ചെയ്ത് പറയൂ. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. പറയൂ, ഏതാണ് എന്റെ മകള്? അഞ്ജു, ബാബ എന്റെ മോള്. കള്ളവണവും പറയുന്നത്. ആ പെമ്മട്ടിലെ രക്ഷിക്കാനാ. അറക്കടാ അവന്റെ കഴുത്ത്. അഞ്ജു, ഇനി ഇയാളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് എന്റെ മോളെ വേണം. പാല് തന്ന കൈക്ക് തന്നെ കടിച്ചു ലേ. யோ, அந்த பக்கம் கொஞ்சம் தள்ளி இல்லையா? சாரி, உள்ளே போக முடியாது. பர்மிஷன் இல்லாம உள்ள விடக்கூடாதுன்னு சொல்லியிருக்கு. ആന്റി, എനിക്ക് എന്റെ ഡാഡിയെ കാണണം. കാണിക്കാം മോളെ. അങ്കിൾ അതിനല്ലേ ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നത്. വാ, അങ്ങോട്ടിരിക്കാം. വാ. പറയുന്ന കേക്ക്. ഞങ്ങളെ ഡാഡി എടുത്ത് കൊണ്ടുപോകാം. എന്താണ് പൊസിഷൻ എന്ന് ഡോക്ടർ നോക്കട്ടെ. എന്താ മോളെ നീ ഇങ്ങനെ കരയല്ലേ? സമാധാനിക്ക്. ഈശ്വരൻ ഒന്നും വരുത്തില്ല. രമണി, കുട്ടികളെ സമാധാനിക്കും. ആന്റണി, இந்த ஆளுதான் சார் ஹரிசாரை காப்பாத்தி இந்த ஹாஸ்பிட்டலுக்கு கொண்டு வந்தது. ഇവനെ പുറത്തുവിടണ്ട. சார், ഹരി,
ഹരിദാസ് ഹരി ഹരി എന്റെ മക്കൾ പുറത്തുണ്ട്, വിളിക്കണം. കുട്ടികളെ വിളിക്കും. സാർ, അലിയാരും സംഘവും തന്നെയാണ് നിന്നെ ആക്രമിച്ചത് അല്ലേ? അതെ. ആന്റണിയെ പ്രതി ചേർക്കരുത്. അയാളാണ് എന്നെ രക്ഷിച്ചത്. അയാൾ എന്റെ മക്കളിൽ ഒരാളുടെ അച്ഛനാണ്. ആരുടെ? ചോദിക്കരുത്. അതാരും അറിയുന്നത് എനിക്കിഷ്ടമല്ല. നീ പോലും. ശ്രീകുട്ടി, നന്ദി കുട്ടിക്കും പാറക്കുട്ടിക്കും ധൈര്യം കൊടുക്കണം. ആന്റണി വിളിക്കും. പുറത്ത് ആന്റണി എന്നൊരാൾ നിൽപ്പുണ്ട്. நீதான் ஆண்டனி. உள்ளவா. സാർ, ആന്റണി സാർ, എന്റെ 3 മക്കളെയും പൊന്നുപോലെ നോക്കണം സാർ. ഒരച്ഛന്റെ മനസ്സ് സാറ് മനസ്സിലാക്കണം. ഇതിലാരാണ് എന്റെ സ്വന്തം മകൾ? ദൈവത്തെ ഓർത്ത് പറയണം. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എല്ലാം എല്ലാരും